അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖീദ 14ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുർ റാബിഉ അശറ, പാഠം 14, അശ്ശഫാഅത്തുൽ ഉളുമ. മഹ്ശറിൽ കഠിന ഭയത്തോടെ നിൽക്കുന്ന ജനങ്ങൾ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തിലായിരിക്കും. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഉന്നതരായ പല പ്രവാചകന്മാരുടെ അടുക്കലും ശുപാർശയും തേടി അവർ ചെല്ലും. അവരെല്ലാവരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അവസാനം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ സമീപിക്കും. ഞാൻ അതിനർഹനാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഏറ്റെടുക്കും. സുജൂദിലായി അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും. അപ്പോൾ അള്ളാഹു ജനങ്ങളെ വിചാരണ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന ഈ ശുപാർശയാണ് അശ്ശഫാഅത്തുൽ ഉളുമ എന്നറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്തുത്യർഹമായ സ്ഥാനം, അതായത് അൽ മഖാമുൽ മഹ്മൂദ്, ഇതാണ്. വിചാരണയ്ക്ക് ശേഷം മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം മീസാനിൽ തൂക്കി നോക്കും. നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസാണ് മീസാൻ. ജഹന്നമിൻ്റെ മീതെ സ്ഥാപിക്കപ്പെട്ട പാലമാണ് സിറാത്ത്. എല്ലാവരും അതിലൂടെ കടന്നു പോകേണ്ടി വരും. സജ്ജനങ്ങൾ അതിലൂടെ വേഗത്തിൽ കടന്ന് സ്വർഗത്തിലെത്തും. നരകാവകാശികൾ കാൽ വഴുതി നരകത്തിൽ വീഴും. അമ്പിയാക്കളും ഔലിയാക്കളും ഉലമാക്കളും സ്വാലിഹ്യങ്ങളുമെല്ലാം പാപികളായ സത്യവിശ്വാസികളുടെ നരകമോചനത്തിനു വേണ്ടി ശഫാഅത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആർക്കും ശഫാഅത്ത് ചെയ്യാനാകുകയില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ധാരാളം പേർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നതാണ്. അസ്സിറാത്തു ജിസ്റും മംദൂദുൻ അലാമത്തിന് ജഹന്നം. ജഹന്നമിൻ്റെ മീതെ സ്ഥാപിക്കപ്പെട്ട പാലമാണ് സിറാത്ത്. അപ്പോൾ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പോൾ എല്ലാവരും എവിടെയാണ്? മഹ്ശറിലാണല്ലേ. മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണല്ലേ. അപ്പോൾ മഹ്ശറിൽ കഠിന ഭയത്തോടെ നിൽക്കുന്ന ജനങ്ങൾ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒരാളിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ചെല്ലും. അപ്പോൾ അവരെല്ലാവരും അവർ ചെയ്തു പോയ ഓരോ പാപത്തിൻ്റെ മേൽ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു വിലക്കിയിട്ടും ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു പോയതിൻ്റെ പേരിൽ വിഷമിച്ച് നിൽക്കുകയാണ് ആദം നബി അലൈഹിസ്സലാം. അങ്ങനെയൊക്കെ ഓരോ പ്രവാചകന്മാരും തങ്ങൾ ചെയ്തു പോയ ആ തെറ്റിനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുക. അപ്പോൾ എല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോകും. അപ്പോൾ നബി തങ്ങൾ പറയും, ഇതിന് ഏറ്റവും അർഹൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ശുപാർശയ്ക്കായിട്ട് ചെല്ലും. എന്നിട്ട് സുജൂദിലായി അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യും. ഈ ഷഫാഅത്തിൻ്റെ പേരാണ് ഷഫാഅത്തുൽ ഉളുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്തുത്യർഹമായ സ്ഥാനമാണ് ഇത്. അതായത് ഇങ്ങനെ ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുമതി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതിന് ആ സ്ഥാനത്തിൻ്റെ പേരാണ് അൽ മഖാമുൽ മഹ്മൂദ്. അടുത്തത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുപാർശ ചെയ്യും. വിചാരണയ്ക്ക് ശേഷം മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം മീസാനിൽ തൂക്കിയേക്കും. മീസാൻ എന്ന് പറയുന്ന ഒരു ത്രാസാണ്, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസാണ്. ഓക്കെ, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസാണ് മീസാൻ. ജഹന്നം എന്ന നരകത്തിൻ്റെ മീതെ ഒരു പാലം സ്ഥാപിച്ചിട്ടുണ്ട്. ആ പാലത്തിൻ്റെ പേരാണ് സിറാത്ത്. എല്ലാവരും അതിലൂടെ കടന്നു പോകേണ്ടി വരും. സജ്ജനങ്ങൾ അതിലൂടെ വേഗത്തിൽ കടന്നു പോകും. വേഗത്തിൽ കടന്നു കഴിഞ്ഞാൽ അവരെങ്ങോട്ടേക്കാണ് പോകുന്നത്? സ്വർഗത്തിലേക്കാണ് അല്ലേ. 7 വാതിലുകളുണ്ട് സ്വർഗത്തിലേക്ക്. ആ 7 വാതിലിൽ ഏത് വാതിൽ കൂടിയും അവർക്ക് പ്രവേശിക്കാൻ കഴിയും. അടുത്തത്, ഈ ജഹന്നം എന്ന നരകത്തിൻ്റെ മുകളിലൂടെയാണ് സിറാത്ത് എന്ന പാലം സ്ഥാപിച്ചിട്ടുള്ളത്. സിറാത്ത് പാലത്തിലൂടെ സജ്ജനങ്ങൾ വേഗത്തിൽ അങ്ങ് പോകും, സ്വർഗത്തിലേക്ക് പോകുമെന്ന് പഠിച്ചു. അപ്പോൾ സജ്ജനങ്ങളല്ലാത്ത നരകാവകാശികളായവരെങ്ങനെയാണ് പോകുന്നത്? ഇവരിങ്ങനെ ഈ പാലത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് താഴെ വീണു പോകും അല്ലേ. കാൽവഴുതി നരകത്തിൽ വീണു പോകും. അമ്പിയാക്കളും ഔലിയാക്കളും ഉലമാക്കളുമെല്ലാം സ്വാലിഹ്യങ്ങളുമെല്ലാം പാപികളായ സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യും. അതായത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്നവർ സിറാത്ത് പാലത്തിൽ കൂടെ വേഗം അങ്ങ് പോകും അല്ലേ.
പിന്നെ നന്മ കുറഞ്ഞ് ചെയ്ത അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, പക്ഷേ അധികം നന്മയൊന്നും ചെയ്തിട്ടില്ലാത്തവരെ അള്ളാഹു അവർ ചെയ്ത പാപത്തിനനുസരിച്ച് അവരെ നരകത്തിലേക്ക് അയക്കും. അവർ ചെയ്ത പാപത്തിൻ്റെ കാലാവധി കഴിയുന്നത് വരെയും അവർ നരകത്തിൽ കിടക്കേണ്ടി വരും. ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് അമ്പിയാക്കളും ഔലിയാക്കളും ഉലമാക്കളും സാലിഹ്യങ്ങളും എല്ലാം അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. അതിൽ തന്നെ അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാത്ത ആർക്കും ശഫാഅത്ത് ചെയ്യാൻ ഒക്കുകയില്ല. അള്ളാഹുവിൻ്റെ അനുമതി ഉള്ളവർക്ക് മാത്രമേ ശഫാഅത്ത് ചെയ്യാൻ കഴിയത്തതും ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ധാരാളം പേർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണെങ്കിൽ അവർ വിചാരണ പോലും ഇല്ലാതെ തന്നെ സ്വർഗത്തിൽ കടന്നു കൂടും. അപ്പോൾ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരം എഴുതുക. അശ്ശഫാഅത്തുൽ ഉളുമ എന്ന് പറയപ്പെടുന്നത് എന്തിനാണ് ഷഫാഅത്തുൽ ഉളുമ എന്ന് പറയപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന ശുപാർശയ്ക്കാണ് അശ്ശഫാഅത്തുൽ ഉളുമ എന്ന് പറയപ്പെടുന്നത്. ആരെല്ലാം ഷഫാഅത്ത് ചെയ്യും? ആരെല്ലാമാണ് ഷഫാഅത്ത് ചെയ്യുന്നത്? അമ്പിയാക്കളും ഔലിയാക്കളും ഉലമാക്കളും സ്വാലിഹീങ്ങളുമെല്ലാം പാപികളായ സത്യവിശ്വാസികളുടെ നരകമോചനത്തിന് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ധാരാളം പേർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നതാണ്. പൂരിപ്പിക്കുക. നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസാണ്. നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ് ഏതാണ്? മീസാൻ. ജഹന്നമിൻ്റെ മീതെ സ്ഥാപിക്കപ്പെട്ട ഡാഷ് ആണ് സിറാത്ത്. സ്ഥാപിക്കപ്പെട്ട പാലമാണ് സിറാത്ത്. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആർക്കും ഡാഷ് ചെയ്യാനാകുകയില്ല. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആർക്കും ഷഫാഅത്ത് ചെയ്യാനാകുകയില്ല. പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.